വാൽപ്പാറ ദുരന്തത്തിന് ശേഷം വീണ്ടും ടെലിപ്പതി എന്ന് പറഞ്ഞ വിഷയം പൊങ്ങി വന്നിട്ടുണ്ട്. വാൽപ്പാറയിൽ വളരെ ദാരുണമായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അതിനകത്ത് ഏതാണ്ട് 13 പേരുണ്ടായിരുന്നു. 10 പേരോളം മരിച്ചിട്ടു. അതിൽ 2 കുട്ടികളും ഉണ്ടായിരുന്നു. മലപ്പുറത്തു നിന്നൊരു സംഘമാണ് പോയത്. അപ്പോൾ അത് കൃത്യമായി നേരത്തെ പ്രവചിച്ചിരുന്നു എന്ന് പറഞ്ഞ് RV മായ 007 എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലുള്ള ഒരു ലേഡി ക്ലെയിം ചെയ്തതിനെ തുടർന്നാണ് വീണ്ടും ടെലിപ്പതി എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ചിട്ടുള്ള വിഷയം ചർച്ചയാവുന്നത്. എന്താണ് ടെലിപ്പതി എന്നുള്ളത് വളരെ കാലമായിട്ട് തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യവും കൂടി. എന്താണ് ടെലിപ്പതി എന്ന് പറയുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഈ RV മായ 007 എന്ന് പറഞ്ഞ പ്രൊഫൈൽ അതിനുശേഷം ക്ലെയിം ചെയ്തപ്പോൾ ഈ ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് വളരെ കൃത്യമായിട്ട് പ്രവചിച്ചിരുന്നു. അത് ടെലിപ്പതിയിലൂടെയാണ് പ്രവചിച്ചത് എന്ന് പറഞ്ഞ 2 കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം എന്താണ്, ശരിക്കും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ശരിക്കും അവർ പ്രവചിച്ചിരുന്നത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആയിരുന്നോ, അവർ പ്രവചിച്ചിരുന്നോ, കൃത്യമായി പ്രവചിച്ചിരുന്നോ? രണ്ടാമത്തെ കാര്യം, ടെലിപ്പതി എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടോ, അതിന് എന്തൊക്കെ തെളിവുകളാണുള്ളത്, അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിനുശേഷം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2 കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ അതാണ് ഞാൻ ഇതിനകത്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ആ പ്രൊഫൈൽ. അപ്പോൾ പ്രൊഫൈൽ ഈ പറയുന്ന വ്യക്തി ആര് എന്നുള്ളത് നമ്മൾ അറിയുന്നത് വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണല്ലോ. ഇവരുടെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗോസ്റ്റ് ഹണ്ടർ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ RV മായ എന്നാണ് കിടക്കുന്നത്. അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ നോക്കിയാൽ RV മായ 007 RV മായ എന്നുള്ള കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 63.3K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 7,000-ഓളം 63,000-ഓളം ഫോളോവേഴ്സ് അവർക്കുണ്ട് ഞാൻ ഈ നോക്കുന്ന സമയത്ത്. പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ എന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് കാലത്ത് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കാണ് സൂപ്പർ നാച്ചുറൽ എന്ന്. അതായത് നാച്ചുറലായിട്ടുള്ള അല്ലാത്ത കാര്യങ്ങളെല്ലാം, അതിശയം തോന്നിക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന ഒരു പേരാണ് ഈ സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞത്. അപ്പോൾ സൂപ്പർ നാച്ചുറൽ എന്നുള്ള പേരിന് ഒരു പ്രശ്നം പലരും പറഞ്ഞു. കാര്യം പ്രകൃതിയിൽ സംഭവിക്കുന്നത് എല്ലാം നാച്ചുറലാണ്. അപ്പോൾ പിന്നെ അതിനപ്പുറത്തേക്കുള്ളൊരു സാധനമില്ല. പ്രകൃതിയിലാണ് സംഭവിക്കുന്നതെങ്കിൽ അത് നാച്ചുറലാണ്. അപ്പോൾ സൂപ്പർ നാച്ചുറൽ എന്നുള്ള പേര് ശരിയാവില്ല. നോർമലായിട്ട് നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളത്. അപ്പോൾ പാരാനോർമൽ എന്നുള്ളൊരു പുതിയ പേര് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവർ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ എന്നാണ്. ഇവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കിയാലും കുറേ ആളൊഴിഞ്ഞ പറമ്പുകളിലും പഴയ കെട്ടിടങ്ങളിലുമൊക്കെ പോയിട്ട് അവിടെ പ്രേതമുണ്ട്, അവിടെ ഒരു സംഭവം കണ്ടു എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരു ലേഡിയാണ് ഇവർ. ആരാണ്, എന്താണ് അവരുടെ പശ്ചാത്തലം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ഞാൻ പറയണം. ഞാൻ മനസ്സിലാക്കുന്ന ഏതോ ചിലപ്പോൾ ടാഗൊക്കെ ഇട്ടുകൊണ്ട് ചില പരിപാടികളൊക്കെ നടത്തുന്നതാണ്. ഗവൺമെൻറ് ഒഫീഷ്യലാണോ എന്നെനിക്ക് സംശയമുണ്ട്, കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ആക്ച്വൽ പ്രവചനം എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ, ടെലിപ്പതി എന്ന് പറഞ്ഞൊരു വളയമൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് വലിയൊരു അപകടം, അതായത് ബസ് കൊക്കയിൽ താഴ്ചയിൽ മറിഞ്ഞ്